എല്ലാവർക്കും മല്ലൂഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആലപ്പുഴ ജിംഖാന, ഗെറ്റ് സെറ്റ് ബേബി, 100 ഡൊമിനിക് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് പറന്ന് ചെല്ലാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സിദ്ധാർത്ഥ് ഭരതാണ് സിനിമയിലെ നായകൻ. ഇതൊരു റൊമാന്റിക്കൽ ഡ്രാമ മൂവിയാണ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 16-ന് മനോരമ മാക്സിൽ ഈ സിനിമ OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ജിൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സൗബിൻ ഷാഹിർ, ഷൈൻ ടോം ചാക്കോ, ഷർഫുദ്ദീനാണ് ജിന്നി സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ റിലീസായിട്ട് കാലങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ജിന്നൊരു ഹൊറർ മൂവിയാണ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈം വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സിനിമ ഈ മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് 10 മാസം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ഇതൊരു ഡ്രാമ മൂവിയാണ്. ഈ സിനിമ ഇന്ന് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് തുടരുമെന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മോഹൻലാൽ ശോഭനയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ത്രില്ലർ കോമഡി മൂവിയാണ്. നല്ല അഭിപ്രായമാണ് തുടരുന്ന സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചു. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് തുടരുന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ സാറ്റലൈറ്റ് അവകാശം ഏഷ്യനെറ്റും സ്വന്തമാക്കി. മെയ് മാസം ലാസ്റ്റ് വീക്കോ ജൂൺ മാസം ആദ്യ വാരമായിട്ട് തുടരുമെന്ന സിനിമ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ആയ സിന്ദഗി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. മലയാള നടി രേവതി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ ഇന്ന് യൂട്യൂബിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ലാലന്ന സോങ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി മലയാളം ഡബ്ഡ് സിനിമയാണ്. റിമ കല്ലിങ്കൽ പാർവതിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഹൊറർ സിനിമയാണ്. ഈ സിനിമ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് എബനേസർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. അത്യാവശ്യം ഹൊറർ സിനിമയിലുണ്ട്. ഈ എബനേസർ എന്ന സിനിമ ഇന്ന് യൂട്യൂബിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ബാന്ദ്ര. ദിലീപും തമനയുമാണ് ബാന്ദ്ര സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈമാണ് ബാന്ദ്രയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ ഡിസംബറിൽ വന്നതായിരുന്നു. പിന്നീട് യാതൊരു അപ്ഡേറ്റും പുറത്തു വന്നില്ല. ബാന്ദ്ര ഒരു ഗാങ്സ്റ്റർ മൂവിയാണ്. ഇപ്പോഴത്തെ ബാന്ദ്ര വീണ്ടും OTT റിലീസിന് ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈമിൽ ഈ മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും ബാന്ദ്ര സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ അട്ര ഫ്ലോപ്പായ സിനിമയാണ് നടികർ. ടോവിനോ തോമസ് ആണ് നടികർ സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTT ഇതുവരെ വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. മോശപ്പെട്ട അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോൾ അവസാനം ആമസോൺ പ്രൈമാണ് നടികർ സിനിമയുടെ OTT സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമ ഇപ്പോൾ മെയ് മാസം ലാസ്റ്റ് വീക്കിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. മമ്മൂട്ടിയാണ് ഡൊമിനിക് സിനിമയിലെ നായകൻ. ഗൗതം വാസുദേവാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഗോകുൽ സുരേഷ് അടക്കം ഒരുപാട് പേര് ഡൊമിനിക്കിൽ അഭിനയിച്ചിട്ടുണ്ട്. ഡൊമിനിക്കിന്റെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈം ഡൊമിനിക് സ്വന്തമാക്കുന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. മെയ് മാസം 15 ഡൊമിനിക് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ട് കാത്തിരുന്ന ആരാധകർക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. ഹണ്ട് സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. മെയ് മാസം 15-ന് മുന്നേ ഹണ്ട് സിനിമ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മനോരമ മാക്സ് ആണ് ഇപ്പോൾ ഇത് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉടനെ തന്നെ ഹണ്ട് OTT-യിലെത്തും. ഭാവനയാണ് ഹണ്ട് സിനിമയിലെ നായിക. ഹണ്ട് ഒരു മിസ്റ്ററി ഹൊറർ സിനിമയാണ്. എവറേജ് അഭിപ്രായമാണ് ഹണ്ട് സിനിമയ്ക്ക് ലഭിച്ചത്. പക്ഷേ ഹണ്ടിന്റെ OTT-ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സിനിമ OTT-യിൽ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഉണ്ണി മുകുന്ദൻ, നിഖില വിമലാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി മൂവിയാണ്. തിയേറ്ററുകളിൽ ഒരു മാസം ഗെറ്റ് സെറ്റ് ബേബി ഓടി. അത്യാവശ്യം കളക്ഷൻ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ OTT-ക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ മെയ് മാസം സെക്കൻഡ് വീക്കിനുള്ളിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. മെയ് മാസം 10-ാം തീയതിയായിരിക്കും ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT റിലീസ്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നസ്ലിൻ നായകനായി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത സിനിമയാണ് ആലപ്പുഴ ജിംഖാന. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ജിംഖാന സിനിമ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ ജിംഖാന 50 കോടി ക്ലബിൽ ഇടം പിടിച്ചു. അത്രയ്ക്ക് മികച്ച റിപ്പോർട്ടാണ് സിനിമയ്ക്ക് വന്നത്. തെലുങ്കിലും സിനിമ ഇപ്പോൾ റിലീസാക്കിയിട്ടുണ്ട്. ആലപ്പുഴ ജിംഖാനയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. മെയ് മാസം ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജൂൺ മാസം ഫസ്റ്റ് വീക്കിലായിരിക്കും ആലപ്പുഴ ജിംഖാന ആമസോൺ പ്രൈമിൽ റിലീസാക്കുന്നത്. ഇനിയും ഒരുപാട് സിനിമകൾ ഈ മാസം വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന
OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.